അവഞ്ചേഴ്സ് മൗണ്ടിന് മുമ്പിലുണ്ടായിരുന്ന മഞ്ഞുകട്ടകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആസ്ഗാർഡിന്റെ ഓൾ ഫാദർ ആയിട്ടുള്ള തോറിനെ ഒരു മിസ്റ്റീരിയസ് രൂപം വന്ന് ആക്രമിക്കുകയും തുടർന്ന് തന്റെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്തുകൊണ്ട് തോർ തിരിച്ച് അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോഴാണ് തോർ ഒരു കാര്യം മനസ്സിലാകുന്നത്, അത് മറ്റാരുമല്ല ക്യാപ്റ്റൻ മാർവൽ ആയിരുന്നുവെന്ന്. തുടർന്ന് തോറുമായി നടക്കുന്ന ഫൈറ്റിൽ തോറിനെ ഡിഫീറ്റ് ചെയ്യുന്ന ക്യാപ്റ്റൻ മാർവൽ തോറിന്റെ തല ബോഡിയിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് വോക്ക് സുപ്രീമിന് സമ്മാനമായി നൽകുന്നു. പിന്നീട് അവഞ്ചേഴ്സ് മാൻഷനുള്ള അയൺമാനെയും ഇതുപോലെ തന്നെ ഡിഫീറ്റ് ചെയ്യുന്ന ക്യാപ്റ്റൻ മാർവൽ തന്നെ അറ്റാക്ക് ചെയ്യാൻ വരുമെന്ന് തിരിച്ചറിയുന്ന ബ്ലാക്ക് പാന്തർ ക്യാപ്റ്റൻ മാർവലിനെ ഒരു ട്രാപ്പിലേക്ക് കൊണ്ടാക്കുന്നെങ്കിൽ തന്നെയും ബ്ലാക്ക് പാന്തറിനെയും ഒടുവിൽ ബ്ലാക്ക് പാന്തറിനെ രക്ഷിക്കുവാൻ വരുന്ന ഷീഹൾക്കിനെയും ക്യാപ്റ്റൻ മാർവൽ കൊന്നു കളഞ്ഞുകൊണ്ട് വോക്ക് സുപ്രീമിന് സമ്മാനമായി നൽകുന്നു. ഇതെല്ലാം തന്നെ ക്യാപ്റ്റൻ മാർവൽ ചെയ്യുന്നത് താൻ സേവ് ചെയ്തു വന്നിരുന്ന ജനങ്ങളെ വോക്ക് സുപ്രീം കൊന്നു കളയാതിരിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ മാർവൽ ഇവിടെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവഞ്ചേഴ്സിനെ കൊല്ലുകയല്ല, മറിച്ച് ഫീൽഡിന്റെ ഒരു അൺനോൺ ഫെസിലിറ്റിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അവഞ്ചേഴ്സിന്റെ ക്ലോണുകളെ എടുത്ത് അവയെ കൊന്നുകൊണ്ടാണ് വോക്ക് സുപ്രീമിന് സമ്മാനമായി നൽകുന്നത്. തുടർന്ന് ഇവരെല്ലാം ഒന്നായി ചേർന്നുകൊണ്ട് വോക്ക് സുപ്രീമിനെ ഡിഫീറ്റ് ചെയ്യുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്.